ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ്. ഐഷുമോൾക്ക് മാംസമാണ്. ഇന്നലെ സ്കൂളിൽ നിന്ന് പനിച്ചിട്ടൊക്കെയാണ് വന്നത്. വെള്ളിയാഴ്ച ആയതുകൊണ്ട് തന്നെ ഇന്ന് നേരത്തെ ക്ലാസ് തുടങ്ങിയല്ലോ. അപ്പൊ ഞങ്ങൾ ഐഷുമോളെ അടുത്ത് ബൈ ബൈ പറഞ്ഞ് സ്കൂളിലോട്ട് പോവുകയാണ്. ദേ നമ്മുടെ സ്കൂളിലെത്തി. നേരെ ചെന്നത് നമ്മുടെ നാസർ മാഷിന്റെയും സ്മിത ടീച്ചറുടെയും മുമ്പിലേക്കാണ്. ഇന്നലെ സ്പോർട്സ് ആയിരുന്നല്ലോ. നേരെ വൈകിയത് കാരണം ആരാണ് വിന്നേഴ്സ് എന്നുള്ളത് അനൗൺസ് ചെയ്തിട്ടില്ലായിരുന്നു. മക്കള് രാവിലെ തന്നെ ആരാണ് ജയിച്ചതെന്ന് ചോദിച്ചു വന്നതാണ്. ഇന്നലെ ഒന്നാം സ്ഥാനത്തെത്തിയ സനിൻ മാഷിന്റെ അടുത്ത് ജസ്റ്റ് ഒന്ന് കത്തി വെച്ച് നേരെ എന്റെ ക്ലാസ്സിലേക്ക് വിട്ടു. അറ്റൻഡൻസ് ഒക്കെ എടുത്തതിന് ശേഷം ഞങ്ങൾ ഞങ്ങളുടെ വിഷയത്തിലേക്ക് കടന്നു. ജിയോമെട്രിക്കൽ ഷേപ്സ് ആണ് എടുത്തോണ്ടിരിക്കുന്നത്. കുട്ടികളുടെ അടുത്ത് ഈർക്കള് കൊണ്ടുവരാൻ പറഞ്ഞിരുന്നു. അപ്പൊ ചെറിയൊരു ആക്ടിവിറ്റിയിലൂടെ ഇന്നത്തെ തുടക്കം. രണ്ടാമത്തെ പീരീഡ് VS ആയിരുന്നേ. പോർഷൻസ് ഒക്കെ കവർ ചെയ്തതാണ്. എക്സാമിങ് അടുത്തെത്തിയിട്ടുണ്ട്. അപ്പൊ ഇന്ന് മുതൽ റിവിഷൻസ് സ്റ്റാർട്ട് ചെയ്തതാണ്. ഇതാണ് ഞങ്ങളുടെ കൊച്ചുമിടിക്ക് സുൽത്താന. സ്നാക്സ് ബ്രേക്കിന് ഇവള് കൊണ്ടുവന്ന സ്നാക്സ് കഴിപ്പിക്കുകയാണ് എന്നെ. റിസൾട്ട് അനൗൺസ് ചെയ്തതിന് ശേഷമുള്ള സീനാണ് ഇത്. മക്കൾ നിൽക്ക സമ്മതിക്കുന്നില്ല. ഇന്ന് 4ാം പീരീഡും ഞാൻ എന്റെ ക്ലാസ്സിൽ തന്നെ ആയിരുന്നു. വെള്ളിയാഴ്ച ആയത് കാരണം 12:10 ക്ലാസ് വിട്ടു കേട്ടോ. പിന്നെ ലഞ്ച് ബ്രേക്ക് ആയിരുന്നു. 5ാം പീരീഡ് 7ാം ക്ലാസ്സിലെ VS ആണ്. എക്സാമിന് വേണ്ട പോർഷൻസ് ഒക്കെ തീർന്നതാണ്. ഇവരെ ഞാൻ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചിരുന്നു. കുറച്ചൊരു കുരുത്തക്കേട് കൂടുതലാണ്. അതുകൊണ്ട് തന്നെ എടുത്ത പാടത്തു നിന്നുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കലായിരുന്നു ഇന്നത്തെ പരിപാടി. ലാസ്റ്റ് പീരീഡ് അസംബ്ലി ആയിരുന്നു കേട്ടോ. കുട്ടിക്കലാശം എന്ന് തന്നെ പറയാം. ഇന്നലെ സ്പോർട്സ് ആയിരുന്നല്ലോ. വിൻ ചെയ്തിട്ടുള്ള ടീമിനും അതുപോലെ കുട്ടികൾക്കൊക്കെ മെഡൽ കൊടുക്കലും ട്രോഫി കൊടുക്കലൊക്കെ ആയിരുന്നു. സാധാരണ വെള്ളിയാഴ്ചകളിലാണ് ഞങ്ങളുടെ SRG ഉണ്ടാവാറുള്ളത്. ഇന്നിപ്പോ ലേറ്റ് ആയത് കാരണം അത് സ്റ്റോപ്പ് ചെയ്തു. മക്കൾക്കുള്ള കരാട്ടയും വൈകുന്നേരമാണ് നടക്കാറ്. സ്കൂൾ വിട്ടതിന് ശേഷം ഞങ്ങൾ പോയത് ഉമ്മാന്റെ വീട്ടിലേക്കാണ്. അവിടുന്ന് പ്ലാച്ചാന എടുക്കണം എന്ന് ഉമ്മ പറഞ്ഞിരുന്നു. മുണ്ടി നീക്കത്തിന് വളരെ നല്ലൊരു മെഡിസിൻ ആണ് പ്ലാച്ചാന. എന്നെ പോലെ ആദ്യമായിട്ട് പ്ലാച്ചാന കേൾക്കുന്നവർ കമന്റ് ചെയ്യാൻ മറക്കല്ലേ.